ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇനി വരാൻ പോകുന്ന നമ്മുടെ ബൊഹേമുല്ലയുടെ നാളുകളാണല്ലോ. അപ്പോൾ ഇത്രയും കാലം നല്ല തുടർച്ചയായിട്ട് മഴകളൊക്കെ ആയിരുന്നു. അപ്പം സെപ്റ്റംബർ മാസമൊക്കെ നമ്മൾ പ്രൂൺ ചെയ്യേണ്ട സമയമാണ്. അപ്പോൾ ഇവിടെ തുടർച്ചയായിട്ട് മഴയായിരുന്നുകൊണ്ട് സെപ്റ്റംബറിൽ പ്രൂൺ ചെയ്തില്ല. അപ്പോൾ ഒക്ടോബറിൽ ആദ്യം നമ്മൾ സോഫ്റ്റ് പ്രൂൺ ചെയ്ത് കൊടുത്തതിന് ശേഷം ചെടികൾക്കെല്ലാം വളം കൊടുക്കുകയാണ്. ഇപ്പോൾ വളം കൊടുത്തു കഴിഞ്ഞാൽ ഒക്ടോബർ നവംബർ കൊണ്ട് തന്നെ നമ്മുടെ ചെടികളിലെല്ലാം നല്ലപോലെ പൂക്കളാവുന്നതായിരിക്കും. നമ്മുടെ സുവർണയിലൊക്കെ നല്ലതുപോലെ പൂക്കളുണ്ട്. ഇതിപ്പോൾ വെയിലുള്ളതുകൊണ്ട് ഞാനിപ്പോൾ പുറത്തേക്ക് എടുത്ത് മാറ്റി വെച്ചിരിക്കുന്നതാണ്. റെഡിലൊക്കെ നല്ലതുപോലെ പൂക്കളുണ്ട്, പൂക്കളായിട്ട് നല്ലപോലെ വരുന്നുണ്ട്. ഇത് മഴയത്ത് വെച്ചിരുന്ന ബൊഹേമില്ലകളാണ്. ഇതിൻ്റെ ഇലകളെല്ലാം കൊഴിഞ്ഞ് നല്ല കാടൊക്കെ പിടിച്ച് നിൽക്കുവാണ്. നമ്മൾ ക്ലീനാക്കി പ്രൂൺ ചെയ്ത് വളമിട്ട് കൊടുക്കാം. ഒരുപാട് നമ്മൾ താഴെ ഇറക്കി കട്ട് ചെയ്ത് കൊടുക്കണ്ട, സോഫ്റ്റ് പ്രൂൺ ചെയ്ത് കൊടുത്താൽ മതി. എല്ലാ കമ്പും വെട്ടി ഒരു ഷേപ്പാക്കി കൊടുക്കാം. ഇനി ഇതിന് കണ്ടോ, താഴെയെല്ലാം ഒരുപാട് കളകൾ വളർന്നിട്ടുണ്ട്. ഇതെല്ലാം പറിച്ചു മാറ്റി വൃത്തിയാക്കാം. മണ്ണ് നല്ലപോലെ തറഞ്ഞു പോയിട്ടുണ്ട്. മഴയത്തിരുന്നുകൊണ്ട് നമ്മളൊന്നും ശ്രദ്ധിച്ചില്ല, വളം കൊടുക്കുകയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ലോ. നല്ലപോലെ മണ്ണ് ഉറഞ്ഞു പോയിട്ടുണ്ട്. ഇത് ഇളക്കി കൊടുത്ത് വൃത്തിയാക്കി. ഇതെല്ലാം നമുക്കിനി അങ്ങനെ ചെയ്തെടുക്കാം. ഇതിൻ്റെ മണ്ണ് അത്രയും ഉറഞ്ഞു പോയിട്ടില്ല. ചൂട് നല്ലപോലെ ഇളക്കി കൊടുക്കാം. മുകളിലുള്ള ചെറിയ വേരുകളൊന്നും പൊട്ടിപ്പോയൊന്നും കുഴപ്പമില്ല. ഇവിടെ ഇട്ട് കൊടുക്കുന്ന ചാണകപ്പൊടി, വേപ്പിൻ പിണ്ണാക്ക്, അതുപോലെ തന്നെ എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കും ചെറിയ അളവിലേ എടുത്തിട്ടുള്ളൂ. ചാണകപ്പൊടിയാണ് കൂടുതൽ എടുത്തേക്കുന്നത്. ഇപ്പം നമുക്ക് വളർച്ചയ്ക്ക് ആവശ്യമായ നൈട്രജൻ കൂടുതലടങ്ങിയ വളങ്ങളാണ് ആവശ്യം. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് ഇട്ട് കൊടുക്കുന്നത്. ഇതൊരു ഹൈബ്രിഡ് ബൊഹേമില്ല കേട്ടോ. നല്ല ഡാർക്ക് വയലറ്റ് കളർ ഉണ്ടാവുന്ന നമ്മൾ പ്രൂൺ ചെയ്ത് വെച്ചേക്കുന്ന ഇതിനെല്ലാം ഇതുപോലെ ചൂട് ഇളക്കിയിട്ട് വളമിട്ട് കൊടുക്കാം. എല്ലാം പ്രൂൺ ചെയ്തിട്ടുണ്ട്. പ്രൂൺ ചെയ്ത് വളമിട്ട് വെച്ചിട്ടുണ്ട്. ഇതൊരു ചില്ലി റെഡായിരുന്നു. ചില്ലി റെഡിൻ്റെ ഫ്ലവർ ഉള്ളത് അത് നമ്മൾ നിർത്തിയിട്ടുണ്ട്. അത് ഫ്ലവർ കഴിയുമ്പോൾ കട്ട് ചെയ്ത് കൊടുക്കും. എല്ലാം പ്രൂൺ ചെയ്ത് വളമിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ചാണകപ്പൊടിയോ അല്ലെങ്കിൽ എല്ലുപൊടിയോ ഒന്നും ഇല്ലെങ്കിൽ NPK വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. നൈട്രജൻ കൂടുതലുള്ള NPKയിൽ N റേഷ്യോ കൂടുതൽ വരുന്ന വളങ്ങൾ ഇപ്പോൾ ഇട്ട് കൊടുത്താൽ മതി. ഇത് ഈ കമ്പനി എങ്ങനെ നട്ടു കൊടുക്കാൻ നമുക്ക് നോക്കാം. ഇത് ലീഫെല്ലാം കളഞ്ഞ് നമ്മൾ എടുത്തിട്ടുണ്ട്. ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഗ്ലാസ്സാണ് ഞാൻ നടാനായിട്ട് ഉപയോഗിക്കുന്നത്. ഇതിനകത്ത് ഹോൾ ഇട്ട് കൊടുക്കും. ഇത് സാധാ ഗാർഡൻ സോയിൽ, വളമൊന്നുമില്ല, സാധാ ഗാർഡൻ സോയിൽ
ഇട്ടിട്ട് അതിനകത്ത് നട്ട് വെക്കും. അപ്പോൾ ഇത് നമുക്ക് ഈസി ആയിട്ട് വേര് വന്നു എന്നൊക്കെ കാണാൻ പറ്റും. ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഗ്ലാസ്സിൽ നട്ട ഒരു ചെടിയാണ്. ഇതുണ്ടോ, ഇതിൻ്റെ വേര് താഴേക്കൂടെ വന്നിട്ടുണ്ട്. വേര് നമുക്കിങ്ങനെ ഗ്ലാസ്സിൽ കൂടെ കാണാൻ പറ്റും. ഇതുണ്ടോ, താഴെയെല്ലാം വേര് ഈ ഹോളിൽ കൂടെ വേരിറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഗ്രോ ബാഗിലേക്കോ അല്ലെങ്കിൽ കുറച്ചുകൂടെ വലുപ്പമുള്ള ഒരു ചട്ടിയിലേക്കോ മാറ്റി കൊടുത്താൽ മതി. എല്ലാം അങ്ങനെ നമ്മൾ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഗ്ലാസ്സിൽ പിടിപ്പിച്ചിട്ട് ഇത് മാറ്റി ഗ്രോ ബാഗിലേക്ക് വെച്ചിരിക്കുന്ന തൈകളാണ്. ഇത് മാറ്റിയതേ ഉള്ളൂ. ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.